വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് പേജസ് ആഡ് ചെയ്യണം. അതായത് സ്റ്റുഡന്റ്, സ്റ്റാഫ്, അക്കൗണ്ട്, ലൈബ്രറി എന്നിങ്ങനെയുള്ള പേജസ് ആഡ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് റൗട്ടിംഗ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. റിയാക്റ്റിൽ റൗട്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാക്കേജ് ആണ്, ലൈബ്രറിയാണ് റിയാക്ട് റൗട്ടർ എന്ന് പറയുന്നത്. അതിന് reactrouter.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ലിങ്ക്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. റിയാക്ട് റൗട്ടറിന്റെ 6 ആണ് വേർഷൻ, ലേറ്റസ്റ്റ് 6+ ആണ്. ആ ഒരു വേർഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഈ ഒരു റിയാക്ട് റൗട്ടർ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷനിലുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഏരിയാസ് ആണ് നമ്മൾ കമ്പോണൻസ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ വ്യൂസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആക്കി മാറ്റും. SRC ഫോൾഡറിൽ ഞാൻ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, വ്യൂസ് അല്ലെങ്കിൽ പേജസ് അങ്ങനെ പേര് കൊടുക്കുക. ഞാൻ വ്യൂസ് എന്ന് പേര് കൊടുക്കുകയാണ്. അതിൽ നമുക്ക് ഓരോ ലിങ്കിനുള്ള പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് ആദ്യം നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഫയൽ വേണം. അപ്പൊ ന്യൂ ഫയൽ dashboard.jsx. അതേപോലെ നമുക്ക് students.jsx വേണം. student.jsx കൊടുത്തു. അതേപോലെ സ്റ്റാഫ്. ഇനി ഈ ഓരോ വ്യൂ ഫയലിലും ഒരു സാമ്പിൾ ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എല്ലാ കമ്പോണൻസും സാമ്പിൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ കണ്ടന്റും നമ്മൾ നാവിഗേഷനിൽ ലിങ്ക് ചെയ്തിട്ട് ആ ഒരു പേജിലേക്ക് പോകുന്നതിനനുസരിച്ച് നാവിഗേഷൻ വർക്ക് ചെയ്യണം. നമ്മളിവിടെ റിയാക്ട് റൗട്ടറിന്റെ ഡോക്യുമെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഒരു റൗട്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിയാക്ടിന് പുറമെ റിയാക്ട് റൗട്ടർ ഡോം എന്ന് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ പ്രൊവൈഡർ, ഈ 2 കമ്പോണൻസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ റൗട്ടിങ്ങിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഒരു സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിയാക്ടിന്റെ റൗട്ടർ ഡോം ഇൻസ്റ്റാൾ ചെയ്യാം. റിയാക്ട് ആപ്പിൽ വന്നിട്ട് npm ആയി റിയാക്ട് റൗട്ടർ ഡോം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റൗട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. മെയിൻ ഫോൾഡറിൽ SRCയിൽ തന്നെ നമുക്കൊരു റൗട്ടറിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. റൗട്ടർ JSX ഫയൽ അല്ല, അതൊരു JS ഫയലാണ്. അപ്പോൾ ജസ്റ്റ് JS കൊടുക്കാം, router.js. അവിടെ നമ്മൾ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. അതിൽ നമുക്ക് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ, ആ ഒരു പാക്കേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രം റിയാക്ട് റൗട്ടർ ഡോം. എന്നിട്ട് ഈ ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട് നമുക്ക് ആ ഒരു JS ഫയലിലേക്ക് മൂവ് ചെയ്യാം. കോൺസ്റ്റ് റൗട്ടർ ഈക്വൽ ടു ക്രിയേറ്റ് ബ്രൗസർ റൗട്ടർ, അതൊരു ഫംഗ്ഷൻ ആണ് നമ്മൾ റിയാക്ട് റൗട്ടർ ഡോം എന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് അറേ ആയിട്ട് ഏതൊക്കെയാണ് നമ്മൾ റൗട്ട് എന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ പേജസ് ആണെന്നുള്ളത്. നമുക്ക് ഡാഷ്ബോർഡ്, സ്റ്റുഡന്റ്, സ്റ്റാഫ്, അക്കൗണ്ട്, ലൈബ്രറി ഇങ്ങനെയാണ് പേജസ് ഉള്ളത്. അപ്പൊ ആ ഓരോ പേജിനുള്ള നമുക്കുള്ള ആ ഒരു റൗട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് പാത്ത് സ്ലാഷ്, അതായത് മെയിൻ ആപ്ലിക്കേഷൻ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ സ്ലാഷ് മെയിൻ പേജിലേക്ക് വരും. അവിടെ നമുക്ക് വേണ്ടത് ഡാഷ്ബോർഡ് ആണ്. അപ്പൊ ആ ഡാഷ്ബോർഡ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഡാഷ്ബോർഡ് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. വ്യൂസ് നിന്ന് ഡാഷ്ബോർഡ് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ഡിവ് യൂസ് ചെയ്ത പോലെ തന്നെ എലമെന്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഡാഷ്ബോർഡ് യൂസ് ചെയ്യണം. ഡാഷ്ബോർഡ് അവിടെ കൊടുത്തു. ഇനി അതേപോലെ ബാക്കിയുള്ള റൗട്ടുകൾ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മൾ എല്ലാ പേജിലേക്കുള്ള റൗട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്. ഇനി ഈ ഒരു റൗട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡിഫോൾട്ട് റൗട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് ഈ ഒരു ഫയലിന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് ഒരു നമ്മളെ മെയിൻ JSX ഫയലിൽ നമുക്കത് യൂസ് ചെയ്യണമെന്നുണ്ട്. റൗട്ടർ പ്രൊവൈഡർ റൗട്ടർ, എന്നിട്ട് അതിലേക്ക് റൗട്ടർ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ഇമ്പോർട്ട് നമ്മളെ മെയിൻ ഫയലിൽ കൂടെ കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ ഫയൽ എന്ന് പറയുന്നത് ഇവിടെ index.js ആണ് മെയിൻ ഫയൽ. നമ്മൾ ഇൻഡെക്സ് ഫയലിന് പകരം നമുക്ക് ആപ്പ് ഫയൽ, മെയിൻ ആപ്പ് ഫയലാണ് നമ്മളൊരു മെയിൻ ഫയൽ, അവിടെ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു ഇമ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്രിയേറ്റ് ബ്രൗസർ റൗട്ടറിന്റെ ആവശ്യമില്ല, റൗട്ടർ പ്രൊവൈഡർ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ app.jsx ഫയൽ റൗട്ടർ പ്രൊവൈഡർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ തൽക്കാലം ഈ ഒരു ആപ്പ് സൈഡ് ബാറും നാവ് ബാറും നമ്മൾ കമന്റ് ചെയ്ത് വെച്ചു. അവിടെ നമ്മൾ റൗട്ടർ പ്രൊവൈഡർ കൊടുത്തു. എന്നിട്ട് അവിടെ റൗട്ടർ പാസ് ചെയ്തു കൊടുത്തു. റൗട്ടർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇമ്പോർട്ട് റൗട്ടർ ഫ്രം റൗട്ടർ. നമ്മൾ ആ റൗട്ടർ ഇവിടെ പാസ് ചെയ്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമുക്ക് ലോഡ് ആവുന്ന ഡാഷ്ബോർഡ് ആണ്. അതിനുശേഷം ആ ഒരു URL മാറ്റിയിട്ട് നമുക്ക് സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. സ്റ്റുഡന്റ് എന്ന് കൊടുക്കുമ്പോൾ ആ സ്റ്റുഡന്റിന്റെ ഒരു പേജ് ലോഡായി. ഇനി നമ്മൾ സ്റ്റാഫ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് ലോഡായിട്ടുണ്ട്. അതേപോലെ ലൈബ്രറി ലോഡായി, അക്കൗണ്ട്, അങ്ങനെ എല്ലാ പേജിലേക്കും നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ആപ്പ് നാവ് ബാറും സൈഡ് ബാറും നമ്മുടെ റൗട്ടിങ്ങും എല്ലാം കൂടെ നമുക്ക്
കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്പാക്കി മാറ്റാം. അതിനുവേണ്ടി SRCയിൽ വന്നിട്ട് ഞാൻ ലേഔട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ ഫോൾഡർ ലേഔട്ട്സ്. അതിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. main.jsx ആയിട്ട് ഒരു മെയിൻ JSX ഫയലാണ്. അവിടെ നമ്മൾ ആപ്പിലുള്ള ഒരു കണ്ടന്റ് കോപ്പി ചെയ്യാം. ഇപ്പൊ നമ്മുടെ ആപ്പ് ഫയൽ ക്ലീൻ ആണ്. അതിൽ റൗട്ടർ പ്രൊവൈഡർ മാത്രമേ ഉള്ളൂ. ഇനി മെയിനിൽ വന്നിട്ട് ഒരു മെയിൻ്റെ ഫയൽ സ്മോൾ ആണ് ഞാൻ കൊടുത്തൊന്ന് കറക്റ്റ് ചെയ്യണം. ആ ഒരു മെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു main.jsx എന്ന് പറഞ്ഞ ഒരു ഫയലിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് ഇംപ്രൂവ് ചെയ്തു വരാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെയിൻ നമുക്ക് എല്ലാ കമ്പോണൻസിലും ഇമ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡാഷ്ബോർഡിൽ വന്നു. ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഒരു മെയിൻ ഇമ്പോർട്ട് ചെയ്യണം. ഇതൊരു മൾട്ടിപ്പിൾ എലമെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഫ്രാഗ്മെന്റ് ഇടാം. ഫ്രാഗ്മെന്റ് ഇട്ടു. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മെയിൻ യൂസ് ചെയ്യാം. അതിനുശേഷം ആ ഒരു കണ്ടന്റ് കൊടുക്കാം. അത് ഡാഷ്ബോർഡ് എന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. main.jsx ഡസ് നോട്ട് മാച്ച് മെയിൻ ആണ്. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെയിൻ ഫയലുള്ള കമ്പോണൻസിന്റെ പാത്തും കറക്റ്റ് ചെയ്യണം. ഒന്ന് ബാക്കിലേക്ക് വന്നതിന് ശേഷം, അതായത് സെയിം ഫോൾഡറിലല്ല കമ്പോണൻസ് ഉള്ളത്. ആപ്പ് നാവ് ബാറും സൈഡ് ബാറും ഉള്ളത് അടുത്തുള്ള കമ്പോണൻസ് ആണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പേജസും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡിൽ കൊടുത്തതുപോലെ തന്നെ ഒരു എറർ നോക്കണ്ട. ഇത് നേരത്തെ നമ്മൾ നെയിം സ്മോൾ ആയിരുന്നു കൊടുത്തത്, അതിന്റെ ഒരു ഇഷ്യൂ ആണ്. ഇനി ഈ ഒരു കമ്പോണന്റ് നമുക്ക് സെയിം രീതി തന്നെ മറ്റുള്ള ഫയൽസിലും കൂടെ കൊടുക്കുക. അക്കൗണ്ട്സിൽ വന്നു. അങ്ങനെ നമ്മൾ എല്ലാ പേജസിലും നമ്മൾ മെയിന് കൂടെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡിൽ വന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് പേജിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ സ്ലാഷ് ആണ് അതിന് പാത്ത് കൊടുത്തത്. ഇനി സൈഡ് ബാർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ URLs ഒക്കെ കറക്റ്റ് ആണോ ഒന്ന് വെരിഫൈ ചെയ്യാം. സൈഡ് ബാറിൽ ഡാഷ്ബോർഡിന് നമ്മൾ കൊടുത്തത് പാത്ത് കൊടുത്തത് സ്ലാഷ് ആണ്. അതൊക്കെ സ്റ്റുഡൻസിന് നമ്മൾ സ്റ്റുഡന്റ് എന്നാണ് റൗട്ട് കൊടുത്തത്. അപ്പോൾ അവിടെ സ്റ്റുഡന്റ് ആക്കി. സ്റ്റാഫ് ഓക്കെ. അക്കൗണ്ട്സിന് നമ്മൾ അക്കൗണ്ട് എന്നാണ് കൊടുത്തത്. ലൈബ്രറി അതും ഓക്കെ. ഇനി നമുക്ക് സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രം സ്റ്റുഡന്റ് എന്നുള്ള വന്നിട്ട്